ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വചനവേളയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് മനോഹരമായിരിക്കുന്ന പെസഹ പെരുന്നാളാണ്. നമ്മുടെ കർത്താവ് തമ്പുരാൻ തൻ്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരെ കൂട്ടിക്കൊണ്ടുപോയി ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധമായ കുർബാന സ്ഥാപിച്ച മനോഹരമായ ദിവസം. പെസഹ പെരുന്നാളിൻ്റെ ചരിത്രവും അതിൻ്റെ പിന്നാമ്പുറവും ഒക്കെ നമുക്കെല്ലാവർക്കും നന്നായി അറിയാം. ഒരു ചെറിയ കാര്യം മാത്രം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നോമ്പിൻ്റെ വലിയ യാത്രകൾ പൂർത്തീകരണത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇന്ന് പെസഹ ദിവസം എല്ലാവരും വിശുദ്ധ കുർബാന അനുഭവിക്കാനായിട്ട് ഒരുങ്ങുകയാണ്, കുർബാന അനുഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരപ്പത്തിൻ്റെ അംശികളായി തീരാൻ നമ്മളെല്ലാവരും തയ്യാറെടുക്കുന്നു. ഒരപ്പത്തിൽ നിന്നാണ് എല്ലാവർക്കും കണ്ണിച്ച് കൊടുക്കുക. എത്ര മനോഹരമായിരിക്കുന്ന അവസ്ഥയാണിത്. ഈ അപ്പത്തിൻ്റെ മുൻപാകെ പണ്ഡിതനെന്നോ പാമരനെന്നോ പണക്കാരനെന്നോ ദരിദ്രനെന്നോ യാതൊരു വ്യത്യാസമില്ല. എന്താണ് കാരണം? ഈ അപ്പത്തിൽ നമ്മുടെ അപ്പൻ്റെ മുറിവുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ അപ്പൻ്റെ സാന്നിധ്യമുള്ള ഈ അപ്പം എല്ലാവർക്കും തുല്യമായി നൽകുകയാണ്. എന്നാൽ ഈ അപ്പത്തിൻ്റെ അംശികളായി തീരുന്നവർ, ഒരേപോലെ അപ്പം ഭക്ഷിക്കുന്നവർ വ്യത്യസ്ത സ്വഭാവം കാണിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. കർത്താവിൻ്റെ ശിഷ്യന്മാർ ഒരപ്പത്തിൽ നിന്ന് ഒരുപോലെ ഭക്ഷിച്ചവരാണ്. എന്നാൽ അവിടെ രണ്ട് പേരെ നമുക്ക് കാണാൻ കഴിയും. ഒരാൾ യൂദയാണ്. അപ്പം ഭക്ഷിച്ച യൂദ ഇരുട്ടിലേക്ക് പോയി എന്നൊരു ചെറിയ വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. ഇരുട്ടിലേക്ക് പോയി. ചിന്തിച്ച് നോക്കണം പ്രിയരെ. പ്രകാശമായിരിക്കുന്ന, ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്ന, തങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകാശത്തെ പകർന്നു കൊടുത്ത ക്രിസ്തു തൻ്റെ ശരീരമാകുന്നു ഇത് എന്ന് പറഞ്ഞ് തൻ്റെ ശിഷ്യന്മാർക്ക് ഭക്ഷിക്കാൻ കൊടുത്തപ്പോൾ അത് കഴിച്ച ഒരാൾ ഇതാ ഇരുട്ടിലേക്ക് പോകുന്നു, വീണ്ടും തിന്മയിലേക്ക് പോകുന്നു. എന്നാൽ മറ്റൊരാൾ അവിടെയുണ്ട്. അത് യോഹന്നാനാണ്. യോഹന്നാൻ ചെയ്തത് എന്താണ്? കർത്താവിൻ്റെ മാർവിടത്തിലേക്ക് ചാരുകയാണ്. തമ്പുരാൻ്റെ ചങ്കിടിപ്പ് മനസ്സിലാക്കുകയാണ്. പിന്നീട് നമ്മൾ യോഹന്നാനെ കാണുന്നത് കർത്താവിനോടൊപ്പം തന്നെയാണ്. ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് മാറാതെ നിൽക്കുന്ന ഒരേ ഒരു ശിഷ്യൻ യോഹന്നാനല്ലേ? എന്താ കാരണം? കർത്താവിൻ്റെ ചങ്കിടിപ്പ് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരപ്പത്തിൻ്റെ അംശികളായിരിക്കുന്ന രണ്ട് പേർ വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്നു. ക്രിസ്തുവിൻ്റെ മാർവിലേക്ക് ഒരാൾ ചാരുമ്പോൾ ഒരാൾ കർത്താവിൽ നിന്ന് ഇരുട്ടിലേക്ക് ഓടിപ്പോകുന്നു. നമ്മൾ എങ്ങനെയുള്ളവരാണ്? നമ്മളിതാ ക്രിസ്തുവിൻ്റെ ശരീരം നമ്മൾ ഭക്ഷിക്കാൻ പോകുന്നു, ഭക്ഷിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരപ്പത്തിൻ്റെ അംശികളായി നമ്മൾ തീരുമ്പോൾ നമ്മൾ ഏത് സ്വഭാവത്തിലേക്കാണ് പോകുന്നത്? ഈ നോമ്പിൻ്റെ വിശുദ്ധിയിലൂടെ കടന്നു പോയവർ നോമ്പ് കഴിയുമ്പോൾ ഇരുട്ടിലേക്ക് പോകുമോ? അതോ തമ്പുരാൻ്റെ ചങ്കിടിപ്പ് മനസ്സിലാക്കി അവൻ്റെ ചങ്കിലേക്ക് ചേർന്നിരിക്കുമോ? ശാന്തമായി ചിന്തിക്കണം. ഈ പരിശുദ്ധമായ കുർബാന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. തമ്പുരാൻ്റെ മുറിവുകളെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന അനുഭവമായി തീരട്ടെ. എല്ലാവർക്കും പെസഹ പെരുന്നാളിൻ്റെ അനുഗ്രഹീതമായ ആശംസകൾ. ദൈവം അനുഗ്രഹിക്കട്ടെ.